കേരളത്തോടുള്ള അവഗണനയിൽ പുതിയ സ്റ്റൈലും കൂടി വരും. അല്ലാതെ തന്നെ ഗ്രാൻഡ് കുറക്കുകയാണ്, വായ്പാ പരിധിയും കുറക്കുകയാണ്. ഇപ്പോൾ ഗ്രാൻഡ് വായ്പയാക്കി മാറ്റി. അപ്പോൾ എങ്ങനെയൊക്കെ കേരളത്തെ സാമ്പത്തികമായി ഉപദ്രവിക്കാമെന്നുള്ളതിന് ഗവേഷണം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതിൻ്റെ പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിലെല്ലാവരും ഒന്നിക്കണം. ഇതിൽ രാഷ്ട്രീയം കാണാൻ പാടില്ല. ഇത് കേരളത്തോടുള്ള അവഗണനയാണ്. ഇതിൽ എല്ലാവരും ഒന്നിക്കണം. BJP ഒന്നിക്കാത്തത് മനസ്സിലാക്കാം, കാരണം BJP ആണ് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത്. എന്നാൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എന്തായാലും ഒന്നിച്ച പ്രശ്നം? കോൺഗ്രസ് മുസ്ലിം ലീഗിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് കൂടെ നിൽക്കുന്നത് ശരിയാണോ? അതാ വെട്ടിക്കുറച്ച് വന്നത് സന്തോഷത്തോടെ ലഡു വിതരണം ചെയ്യുന്ന ഏർപ്പാട് പോലെ കോൺഗ്രസും മുസ്ലിം ലീഗും നിലകൊള്ളുന്നത് ശരിയാണോ? കേരളത്തോടല്ലേ അവഗണന? അതിൽ ആഹ്ലാദ നൃത്തം ചവിട്ടേണ്ടവരാണോ കോൺഗ്രസും മുസ്ലിം ലീഗും UDF-ഉം? ഇത് കേരളത്തിലെ ജനങ്ങൾ പരിശോധിക്കേണ്ട കാര്യം, എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമാണ്. ഇതിലും എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്നുണ്ടോ?